പുരുഷ ക്രിക്കറ്റ് താരമാണെന്ന ചോദ്യത്തോട് ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ പുരുഷ ക്രിക്കറ്റർമാരോട് ചോദിക്കാറില്ലല്ലോ എന്ന് ചോദിച്ച വനിതാ ക്രിക്കറ്റോ അതൊന്നും ഞാൻ കാണാറില്ലല്ലോ എന്ന് പുച്ഛിച്ച ക്യാപ്റ്റന്റെ അതേ രാജ്യത്തു നിന്നും ക്രിക്കറ്റ് ഭൂപടത്തിൽ ഇന്ത്യൻ വനിതകൾക്കെന്നല്ല ലോക വനിതകൾക്ക് തന്നെ മുഖമുണ്ടാക്കി കൊടുത്ത ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങിയ പെണ്ണുങ്ങളെ എന്തിനു വേണ്ടി ഓടുന്ന പെൺകൂട്ടമെന്ന് വിളിച്ച സമൂഹത്തെ കൊണ്ട് സച്ചിനും ദ്രാവിഡനും ഗാംഗുലിക്കുമൊപ്പം തന്റെ പേരും ചേർത്ത് വിളിപ്പിച്ച കൈയടിപ്പിച്ച ക്രിക്കറ്റോ ക്യാപ്റ്റൻ മിതാലി രാജ്. ലോക ക്രിക്കറ്റിനെ തനിക്ക് മുൻപെന്നും പിൻപെന്നും അറിയപ്പെടുത്തിയ മിതാലി ബാറ്റ് കൊണ്ട് റെക്കോർഡുകളിൽ റെക്കോർഡ് കുറിച്ച ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ ലോകത്തെ കൊണ്ട് വീക്ഷിപ്പിച്ച വഴക്കാളിയായ ക്രിക്കറ്റർ. തന്റെ ഫുഡ് വർക്കുകളിൽ അവർ കാണിച്ച ക്ലാസ്, എലഗൻസ്, ചാതുര്യമൊക്കെ ഒരു നർത്തകിയെപ്പോലെ മോഹിപ്പിക്കുന്നതായിരുന്നു. നർത്തകിയാകാൻ കൊതിച്ച് പാടി കെട്ടി ഇറങ്ങിയ പെൺകുട്ടിയിൽ നിന്ന് അത് പ്രതീക്ഷിക്കാതെ ഇരിക്കുന്നത് എങ്ങനെയെന്നാണ് പലവൊരു കമന്റേറ്റർമാർ ചോദിച്ചത്. 82-ൽ തമിഴ് ദമ്പതികളുടെ മകളായി ജോധ്പൂരിൽ ജനിച്ച ഭരതനാട്യം പഠിക്കാൻ ചേർന്ന കുഞ്ഞു മിതാലി സഹോദരന്റെ ക്രിക്കറ്റ് പ്രാക്ടീസ് സമയത്ത് കൂടെ ചെന്നതാണ് ഒരു ചരിത്രത്തിനു തന്നെ നാന്ദിയാകുന്നത്. കുഞ്ഞു മിതാലിയിലെ ക്രിക്കറ്ററെ തിരിച്ചറിഞ്ഞ സഹോദരന്റെ കോച്ച് ജ്യോതി പ്രസാദ് മകളുടെ ഭാവി മറ്റൊന്നിലാണെന്ന് അച്ഛനെ അറിയിച്ചു. ജ്യോതി പ്രസാദ് എന്ന കോച്ചിൽ നിന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിലെ കോച്ച് സമ്പത് കുമാറിലേക്ക്. മിതാലി വളരെ ചെറുപ്പത്തിൽ തന്നെ ഇന്ത്യൻ കുപ്പായമിടുമെന്ന് സമ്പത് കുമാറിന് ഉറപ്പായിരുന്നു. 10ാം വയസ്സിൽ സ്റ്റേറ്റ് സബ് ജൂനിയർ ടീമിലേക്ക്, സീനിയർ ടീമിലേക്കും നാഷണൽ ടീമിലേക്കും വളരെ വേഗം. 14ാം വയസ്സിൽ 97-ലെ ലോകകപ്പ് സാധ്യതാ ടീമിലേക്ക് പരിഗണിക്കപ്പെട്ടപ്പോഴും ആർക്കും അത്ഭുതമൊന്നും ഉണ്ടായില്ല. പക്ഷേ കോച്ച് സമ്പത് കുമാറിന്റെ മരണത്തെ തുടർന്ന് കളിക്കാനായില്ല. എയർ ഇന്ത്യക്കും റെയിൽവേസിനും വേണ്ടി കളിച്ച മിതാലിക്ക് 99-ൽ 16ാം വയസ്സിൽ ഇന്ത്യൻ കുപ്പായത്തിൽ സെഞ്ചുറിയോടെ അരങ്ങേറ്റം. ഏകദിന അരങ്ങേറ്റത്തിലെ 3ാമത്തെ ഉയർന്ന സ്കോർ 114 റൺസ് നോട്ടൌട്ടുമായി മോഹിപ്പിക്കുന്ന തുടക്കം. അന്ന് അയർലൻഡിനെതിരെ നടന്ന മത്സരത്തിൽ ഷാഹിദ് അഫ്രീദിയുടെ പേരിലെ ഏകദിന മത്സരത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ക്രിക്കറ്റർ എന്ന റെക്കോർഡും മിതാലി തന്റെ പേരിലേക്ക് മാറ്റിക്കുറിച്ചു. 3ാമത്തെ മാത്രം ടെസ്റ്റ് മത്സരത്തിലാണ് മിതാലി തന്റെ ഇരട്ട സെഞ്ചുറി നേടുന്നത്. ഇന്ത്യക്ക് വേണ്ടി എല്ലാ ഫോർമാറ്റിലും ചേർന്ന് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ് ഇന്നും മിതാലി. ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ, വേൾഡ് കപ്പിൽ 1000 റൺസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ, 200 ഏകദിനങ്ങൾ കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റർ, വിമൻ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഹാഫ് സെഞ്ചുറി, അങ്ങനെ എണ്ണമറ്റ റെക്കോർഡുകൾ. 2004-ലാണ് മിതാലി ഇന്ത്യൻ നായികയാവുന്നത്. 2005-ൽ ടീമിനെ വനിതാ ലോകകപ്പ് ഫൈനലിൽ എത്തിച്ചു. 2005-നും 2008-നും ഇടയിൽ 3 ഏഷ്യ കപ്പുകൾ നേടി. ഏകദിനങ്ങളിൽ ടീമിനെ ഏറ്റവും കൂടുതൽ ജയിപ്പിച്ച ക്യാപ്റ്റൻ എന്ന റെക്കോർഡും മിതാലി തന്റെ പേരിലാക്കി. 155 മത്സരങ്ങളിൽ നിന്ന് 89 ജയങ്ങൾ, ഏറ്റവും കൂടുതൽ ലോകകപ്പുകളിൽ ടീമിനെ നയിച്ചു. ഒടുവിൽ 2022-ൽ അനിവാര്യമായ വിടവാങ്ങൽ എന്ന് കുറിച്ചുകൊണ്ട് അവർ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ചു. ഇന്ത്യൻ വനിതകളുടെ കയ്യിൽ ക്രിക്കറ്റ് ഭദ്രമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കളമൊഴിയുന്നത്. ഒട്ടും സ്ത്രീ സൗഹൃദമല്ലാത്തൊരു സമൂഹത്തിൽ നിന്ന് അങ്ങനെ പറയാൻ പാകത്തിന് ഇന്ത്യൻ ക്രിക്കറ്റിനെ വളർത്തിയത് അവർ തന്നെയാണെന്നുള്ളതാണ് മിതാലിയെ ചരിത്രമാക്കുന്നത്. ഒരിക്കൽ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തൊരു ചിത്രത്തിൽ നിങ്ങൾ വിയർത്തു കുളിച്ചിരിക്കുന്നു, പെണ്ണുങ്ങൾക്കത് ഭംഗിയല്ല എന്ന മാറ്റമില്ലാതെ തുടരുന്ന ശരീര കേന്ദ്രീകൃത സ്ത്രീ ഭാവനകളുടെ ആൺപ്രതിനിധിയോട് അങ്ങനെ വിയർത്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ പെണ്ണുകൂടിയാണ് മിതാലി. 22 വാരയ്ക്ക് പുറത്തും അവർ പോരാളി തന്നെയായിരുന്നു. 2018-ൽ ലോകകപ്പിൽ കോച്ച് തന്നെ തഴഞ്ഞുവെന്ന ആശങ്കകളില്ലാതെയാണ് അവർ പ്രതികരിച്ചത്. തുടർന്ന് കോച്ച് രമേശ് പവാറിനെ പുറത്താക്കി. വനിതാ ടെണ്ടുൽക്കർ എന്ന് വിളിക്കപ്പെട്ടപ്പോൾ ഭയലേശമന്യേ വനിതാ ടെണ്ടുൽക്കർ എന്നല്ല, ആദ്യത്തെ മിതാലി എന്നാണ് താൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നതെന്ന് അവർ പ്രസ്താവിച്ചു. തുല്യവേതനമെന്ന ടെന്നീസിൽ സെറീന വില്യംസ് തുടങ്ങിവെച്ച വിപ്ലവം ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തേക്ക് പടർത്തിയതും മിതാലി തന്നെയായിരുന്നു. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇഷ്ടമില്ല എന്ന് തന്നെ പറഞ്ഞു. തെറ്റെന്ന് തോന്നിയതൊക്കെ ചോദ്യം ചെയ്തു. ആക്രമണങ്ങളോ ബഹിഷ്കരണങ്ങളോ ഭീഷണികളോ ഒന്നും അവരെ ഭയപ്പെടുത്തിയില്ല. കളമൊഴിഞ്ഞതിനു ശേഷവും ക്രിക്കറ്റിൽ കമന്റേറ്ററായും മെന്ററായും സജീവമായ മിതാലി 42ാം വയസ്സിലേക്ക് കടക്കുകയാണ്. വനിതകൾക്ക് ക്രിക്കറ്റിലേക്കും മറ്റു കായിക ഇനങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലാനും ശരീരമെന്ന ചങ്ങലകൾ പൊട്ടിച്ചെറിയാനും വിപ്ലവാത്മകമായി ചിന്തിക്കാനും ഭയരഹിതമായി സംസാരിക്കാനും ജീവിതം വഴികാട്ടിയാക്കിയ ഇന്ത്യയുടെ മിതാലിക്ക് പിറന്നാൾ ആശംസകൾ.